സ്ഫടികം ജോർജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒച്ചത്തിൽ ചീത്ത വിളിക്കുന്ന ഇടിക്കാൻ വരുന്ന അങ്ങനത്തെ ഒരു ലുക്കാണല്ലോ. ആ ആള് നാടകങ്ങളിൽ സ്ത്രീവേഷങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. എൻ്റെ തുടക്കം സ്ത്രീ കഥാപാത്രമായിട്ട് നാടകങ്ങളൊക്കെ അഭിനയിക്കുന്നത്. അപ്പം ഞാൻ ചെറിയ മനുഷ്യനായിരുന്നു. ചെറിയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ SLC പാസ്സാകുമ്പോൾ എൻ്റെ വെയിറ്റ് 35 കിലോയാണ്. എനിക്കറിയാം എൻ്റെ വളർച്ചയുടെ ഒരു കാലഘട്ടം +2 ഒക്കെ വരുമ്പോൾ ഫസ്റ്റ് ഇയർ ഞാൻ ഏറ്റവും ഫ്രണ്ട് ചെയ്തു, സെക്കൻഡ് ഇയർ ഏറ്റവും ലാസ്റ്റ് പോയി. ആ ഒറ്റ വർഷം കൊണ്ട് ഞാൻ വളർന്നു. ലിയോണ അണലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ഓക്കെ അല്ലേ? ജോളിയുടെ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് അത് മിണ്ടി പോരുന്ന പറഞ്ഞിരിക്കും. ഇങ്ങനെ ഒരു വെബ് സീരീസ് വന്നിട്ടുണ്ട്, ജോളിയുടെ കഥയാണ് പറയണത്. എന്താണ് അപ്പയുടെ അഭിപ്രായം ചോദിച്ചില്ല? എനിക്ക് അത്ര ഇഷ്ടമല്ലാന്ന് പറഞ്ഞു ഞാൻ. ഈ സ്ഫടികം ചെയ്യുന്ന സമയത്ത് ഈ തോമയുടെ മുണ്ട് പറിച്ചടി ആക്ച്വലി പ്രൊഡ്യൂസർ വേണ്ടാന്ന് പറഞ്ഞ സാധനമാണെന്ന്. പക്ഷേ കഥാപാത്രത്തിൻ്റെ ലൈഫിന് ആവശ്യമായിരുന്നു. ആട് തോമായിക്കും പുലിക്കോടനും. കുറ്റിക്കാടെന്നല്ലേ പേര്? ആദ്യം പുലിക്കാടെന്ന് വെച്ചാൽ പുലിക്കോടിന് പേരായ ഒരു ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ കേസ് കൊടുത്തു. കുഴപ്പമെന്ന് വെച്ചാൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഈ പുലിക്കോടിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആൾക്കാർ പോകുമ്പോഴേ എടാ പുലിക്കോടാ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയിൽ നിന്ന് 4 പേരെ പിടിച്ച് ഞാൻ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് ഇനിയും സിനിമയുടെ പ്രൊമോഷനായിട്ട്. അപ്പോൾ ടീം ഇനിയും വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. ഒരുപാട് മനുഷ്യന്മാരുണ്ട്. മൊത്തത്തിൽ നിങ്ങളുടെ സിനിമയിൽ എത്ര ആൾക്കാരുണ്ട്? ഞങ്ങൾക്ക് അറിയില്ല. ഇത് ഞാൻ ചെയ്യട്ടെ. നമ്മളിപ്പോൾ ഒരു സിനിമയുടെ ഇപ്പം എനിക്ക് ആദ്യം വന്ന ഡൗട്ട്, ഒരു സിനിമയുടെ ട്രെയിലർ എന്നൊക്കെ പറയുമ്പോൾ ഒരു 1.5 മിനിറ്റ്, മാക്സിമം ആണ് 2 മിനിറ്റ്. ഇത് ഓൾമോസ്റ്റ് 3.5 മിനിറ്റ് ഉണ്ട്. അതെന്തത്? അത് എന്ന് പറഞ്ഞാലേ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു മലയാള സിനിമകളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റിൻ്റെ പ്രാധാന്യം, അതായത് സീനിയറായിട്ടുള്ള ആളുകളുടെ പ്രാധാന്യം കൂടിയ ഒരു സിനിമയാണ് നമ്മുടെ ഇനിയും എന്നുള്ള സിനിമ. പിന്നെ ഈ ചോദിച്ച പോലെ തന്നെ ട്രെയിലർ ഈ പറഞ്ഞ പോലെ ട്രെയിലറിൽ നമുക്ക് മുഴുവനൊന്നും കാണിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ആളുകളെ കുറച്ച് ഒരു കുടുംബചിത്രമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ട്രെയിലറിൽ കാണിക്കുന്നത് എല്ലാരെയും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചോണ്ടാണ് അങ്ങനെ അതൊരു ക്രിയേറ്റിവിറ്റി സൈഡാണ്. അതിൽ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് ശരിയല്ലോ. അപ്പോൾ ഡയറക്ടറും അതുപോലെ എഡിറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻ്റാണ് ഈ എങ്ങനെയാണ് ട്രെയിലർ ഫോം ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷെ മനോഹരമായിട്ട് ആ ട്രെയിലർ ചെയ്തു. പക്ഷെ അതിൽ ചില ഭാഗങ്ങൾ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ് ചില സമയത്ത്. ഏത് കട്ടിയാണ്? അപ്പൊ സിനിമയുടെ മൊത്തം ലെങ്ത് എത്രയാ? സിനിമ നമ്മൾ ഈ സാധാരണ ഒരു സിനിമ എനിക്ക് 2.5 മണിക്കൂറിനുള്ളിലാണ് സിനിമ വരുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ചില ഇതിലേക്ക് വരുമ്പോൾ ട്രെയിലറിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓരോ ആളുകളുടെ ക്രിയേറ്റിവിറ്റി ആണല്ലോ അതെങ്ങനെ കട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ഇനിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം എനിക്ക് സാറിനോട് ചോദിക്കാനുണ്ട്. കാരണം എന്താ വെച്ചാൽ സ്ഫടികം ജോർജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഹലോയ്ക്കൊക്കെ മുമ്പാട്ടോ ഞാൻ പറയണം, നമ്മുടെ മൈൻഡിൽ മറ്റേ ഇങ്ങനെ ഒച്ചത്തിൽ ചീത്ത വിളിക്കുന്ന ഇടിക്കാൻ വരുന്ന അങ്ങനത്തെ ഒരു ലുക്കാണല്ലോ. ആ ആള് നാടകങ്ങളിൽ സ്ത്രീവേഷങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരുന്നില്ല. ശരിക്കും ചെയ്തിട്ടുണ്ടോ? ശരിക്കും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം എൻ്റെ തുടക്കം സ്ത്രീ കഥാപാത്രമായിട്ട് നാടകങ്ങളൊക്കെ അഭിനയിക്കുന്നത്. അപ്പം ഞാൻ ചെറിയ മനുഷ്യനായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഫിഗർ അല്ല എൻ്റെ. ചെറിയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹൈറ്റൊക്കെ വളരെ കുറവാണ്, സൈസ് വളരെ ചെറുതാണ്. ഞാൻ SLC പാസ്സാകുമ്പോൾ എൻ്റെ വെയിറ്റ് 35 കിലോയാണ്. ഊഹിക്കാമല്ലോ. അപ്പോൾ ഏറ്റവും ചെറിയൊരു ചെറുക്കൻ. അപ്പൊ പിന്നെ സാർ ഹോർലിക്സ് ഒക്കെ കഴിക്കണ്ടായിരുന്ന? ഇല്ല, അതല്ല. എനിക്കറിയാം എൻ്റെ വളർച്ചയുടെ ഒരു കാലഘട്ടം +2 ഒക്കെ വരുമ്പോൾ ഫസ്റ്റ് ഇയർ ഞാൻ ഏറ്റവും ഫ്രണ്ട് ചെയ്തു, സെക്കൻഡ് ഇയർ ഏറ്റവും ലാസ്റ്റ് പോയി. ആ ഒറ്റ വർഷം കൊണ്ട് ഞാൻ വളർന്നു. ആക്ച്വലി ഞാനൊരു ഗ്രാമീണനാ. അപ്പോൾ ഗ്രാമീണ ഭക്ഷണമൊക്കെ എന്താ പറയുന്നത്, ചോറും കപ്പയൊക്കെ കഴിക്കുന്നത്, മനസ്സിലല്ലേ? അല്ലാതെ അസാധാരണ ഫുഡുകളൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ എങ്ങനെയോ നമ്മുടെ വളർച്ചയുടെ ഒരു കാലഘട്ടം വന്നപ്പോഴത്തേനും വളരാൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്കൊക്കെ ഹൈറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഹെറിഡിറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അങ്കിൾമാരൊക്കെ നല്ല ഹൈറ്റ് ഉള്ളവരാണ്. ഫാദർ ഒരു ആവറേജ് മനുഷ്യനായിരുന്നു, വലിയ ഹൈറ്റൊന്നുമില്ല. ലിശോയുടെയൊക്കെ ഹൈറ്റുണ്ട്, അങ്ങനെ ഒരു മനുഷ്യൻ. പക്ഷേ എൻ്റെ അങ്കിൾസൊക്കെ നല്ല ഹൈറ്റുള്ളവരായിരുന്നു, ബോത്ത് സൈഡ്, മദറിൻ്റെ സൈഡും ഫാദറിൻ്റെ സൈഡും. അപ്പം ഒരുപക്ഷെ ഈ ഹൈറ്റ് എന്ന് പറയുന്ന ഫിഗറൊക്കെ ഒരു പക്ഷേ ഹെറിഡിറ്റി ആയിരിക്കും. എന്താ പറയുക, ഒരു ജീനോളജി അങ്ങനെ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിരിക്കും വളർച്ച. പിന്നെ ഈ സ്ത്രീ കഥാപാത്രം ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഥാപാത്രം. ഞാൻ 10ാം ക്ലാസ് വരെയും ഒരു 8 മുതൽ 10 വരെ 2-3 വർഷം സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സിനിമയിലേക്ക് കയറിയപ്പോൾ കിട്ടിയത് മുഴുവൻ ഇങ്ങനത്തെ സാധനങ്ങളും അല്ലേ? സിനിമയിലേക്ക് വന്നപ്പം വരുന്നത് കിട്ടിയത് സ്വീകരിച്ചു. നമുക്ക് ഇന്ന വേണമെന്ന് പറഞ്ഞ് സിനിമ വന്നതല്ല. വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. വാശി പിടിക്കാൻ പറ്റും. ഇപ്പോൾ പ്രൊഡക്ഷനിൽ ഫുഡുണ്ട്, പക്ഷേ എനിക്ക് ഇന്ന ഫുഡ് ഞാൻ കഴിക്കുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? അല്ലേ? ഷൂട്ടിങ് ചെല്ലുമ്പോഴത്തെ അവരുടെ ഫുഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്, കോമൺ ഉണ്ടായി. അല്ല, എനിക്കത് വേണ്ട, മറ്റേ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ സിനിമ അങ്ങനെയാണ്.
ഒരു കഥാപാത്രം കിട്ടുമ്പോൾ എനിക്ക് ഈ കഥാപാത്രം വേണ്ട, വേറെ മതി എന്ന് പറയാൻ പറ്റത്തില്ല. കിട്ടുന്ന സ്വീകരിക്കുക, അത് അഭിനയിക്കുക. അതുപോലെ തന്നെ കേട്ടോ സാറിനെ നമ്മൾ ഹലോയിൽ കാണുമ്പോൾ അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര മാറ്റമായിരുന്നു. ഹലോയിലേക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ആരാണ് ആ ചിന്തയുടെ പുറകില്? ആയിരിക്കും ഒന്ന് ഡയറക്ടറായിരിക്കും. എസ്പെഷ്യലി ആ പാട്ട് സീനൊക്കെ ഭയങ്കര ടച്ചിങ് ആണ്. നല്ല നമ്മൾ ഒരിക്കലും ഇമാജിൻ ചെയ്യില്ലല്ലോ, പ്രത്യേകിച്ച് നിങ്ങൾ 4 പേരും. പിന്നെ ഊട്ടിയിലാണ് ഷൂട്ട് ചെയ്തത്. ആ പാട്ട് സീനൊക്കെ ഊട്ടിയിലാണ്. പക്ഷേ അത് നന്നായിട്ടുണ്ട്, വളരെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റി. ഭാഗ്യം അത് അങ്ങനെ ഒരു ട്രാക്കിലേക്ക് വീഴാൻ പറ്റി, കോമഡി ട്രാക്കിലേക്ക്. അത് കഴിഞ്ഞ് മറ്റേ മായാമോഹിനിയില് സൂപ്പർമാനും ഒരു പരിധി വരെ കോമഡിയാണ്. സൂപ്പർമാൻ ജയറാമിന്റെ ഒരു എന്റെ പൊന്നു സാർ, ഞാൻ ഇന്നലെ അതിലൊരു സീൻ കണ്ടു. ജയറാമേട്ടനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നത്. സാർ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്തേക്കണം. പക്ഷെ ഇന്നലെ കുറെ നേരം എൻ്റെ ഒരു 1/2 മണിക്കൂറോളം ചിരിച്ചു പോയി എന്ന് പറയണം. എന്താ അറിയോ, ജയറാമേട്ടന് ഇങ്ങനെ കയ്യിൽ നിയമപുസ്തകം എടുത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇത് എന്താടാ കയ്യില്, ഇത് നിയമപുസ്തകമാണ് സാർ, നിയമം കയ്യിലെടുക്കുന്നോടാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകുന്നത്. ഇന്നാണെങ്കിൽ അത് ട്രോളാണ്. അതൊക്കെ ഇങ്ങനെ വന്നു ചേരുന്നതാണ് നമുക്ക് നമ്മുടെ ഭാഗ്യം എന്ന് പറയാം. അങ്ങനെ കഥാപാത്രങ്ങൾ ഒരുപാട് വന്നു ചേർന്നത്. ഇപ്പം ഞാൻ പറയാം, ലേലത്തിനകത്തെ കടയാടി ബേബി നല്ല കഥാപാത്രമാണ്. പക്ഷേ പൊതുവേ എല്ലാവർക്കും ഈ അബ്കാരികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് ലേലം. ഒരുപാട് അബ്കാരികളുണ്ട് പറഞ്ഞത്, നിങ്ങൾ ചെയ്ത വേഷം കടയാടി ബേബി എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ക്യാരക്ടറാണ്. അത് ഈ അത് തന്നെയാണ്. അപ്പോൾ അബ്കാരികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്റ്റോറിയാണ്. പിന്നെ അതിനകത്ത് എഴുത്ത് രഞ്ജി പണിക്കരല്ലേ എഴുതിയേ, ശക്തമായ കഥാപാത്രമാണ്. ബിൽഡപ്പ് വളരെ നന്നായിരുന്നു. അതെ അതെ അതെ. അതിപ്പോ എത്ര ക്യാരക്ടേഴ്സ് ചെയ്താലും അതങ്ങനെ കിടക്കും അല്ലേ. ഇനിയിപ്പോ നമുക്ക് ഇനിയിലേക്ക് വരാം. കുറച്ചധികം ഞങ്ങൾ നീണ്ടുപോയി. നായകനോട് ചോദിക്കാം, വാട്ട് ഇസ് ഇനിയും? ഇനിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇനിയും ഒരു കുടുംബ ചിത്രം, ഫാമിലി മൂവിയാണ്. അതും അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ, അതിനെ വർണ്ണിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ചെറിയൊരു ഇത് ഞാൻ പറയാം. അതായത് നമ്മൾ കേരളത്തിൻ്റെ ഒരു നമ്മുടെ ജനങ്ങളെ സ്വാധീനിക്കാൻ തരത്തിലുള്ള നമ്മുടെ കേരളത്തിൻ്റെ കുറേ ട്രഡീഷൻസ്, കുറേ വാല്യൂസ്, അത്തരത്തിലുള്ള സിനിമയാണ് ഇനിയും എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസിന് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അച്ഛനും മകനും തമ്മിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഇതൊക്കെ കൂടി നമ്മുടെ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന ഒരു സാധാരണക്കാരന് പെട്ടെന്ന് കണക്ട് ആവാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇനി. പിന്നെ ഇതിൻ്റെ നമ്മുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ശ്രീ സുധീർ CB ആണ്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ തിരക്കഥാ സംഭാഷണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ, ഇൻസിഡൻസ്, അദ്ദേഹം ബേസിക്കലി ഒരു കർഷകനാണ്. അപ്പോൾ ആ ആള് ഈ പറഞ്ഞ പോലെ പല സമയത്തായിട്ടുണ്ടായുള്ള ആളുടെ കുറേ ഇൻപുട്സ് എഴുതി ഒരു സ്ക്രിപ്റ്റ് ആക്കി, പിന്നീട് അതിനെ ഫൈൻ ട്യൂൺ ചെയ്തിട്ട് നല്ലൊരു സിനിമയാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. ഇത് ഈ ഒരുപാട് കാലം, അതായത് സിനിമയിലേക്ക് കയറണം എന്നുള്ള ആഗ്രഹം ലൈക്ക് എവറി അതർ മലയാളി യു ഹാഡ്. പക്ഷേ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് നമ്മൾ കോർപ്പറേറ്റ് ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ആദ്യത്തെ സിനിമയിലേക്ക് കടക്കുമ്പോൾ ഈ ജോലിയൊക്കെ ഒന്ന് പോസ് ചെയ്ത് ഇറങ്ങണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിലൊരു കോൺഫിഡൻസ് വേണമല്ലോ. ആദ്യത്തെ സിനിമ ഇതാവട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചു. ഇനി ജോലിയിലേക്ക് തിരിച്ചു പോക്കുണ്ടോ? അതായത് ഇപ്പോൾ എല്ലാവരും പറയും, എന്നോട് ഒരുപാട് ആളുകൾ ഉപദേശിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ജോലി വിട്ടിട്ടൊന്നും സിനിമയിലേക്ക് ഇറങ്ങരുത്. കാരണം അങ്ങനെ എന്നെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും ഒരു കാര്യം തീരുമ്പോൾ ചെയ്യുന്ന സമയത്ത് 100% നമ്മൾ കൊടുക്കണം. കാരണം നമുക്ക് ഇതിലിരുന്നിട്ട് അത് പിടിക്കുക എന്ന് പറഞ്ഞാൽ, പക്ഷെ റിസ്ക് എടുക്കുന്നവനാണ് വിജയിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലേ? ഇപ്പം നമ്മൾ നാളെ സിനിമയിൽ എൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ആദ്യത്തെ സിനിമയാണ്, ചിലപ്പോൾ സിനിമ ഉണ്ടാവും, ഇല്ലാതിരിക്കാം. പക്ഷെ നമ്മൾ എന്ത് ജോലി ചെയ്തും ജീവിക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ നാളെ തിരിച്ച് ചിലപ്പോൾ എൻ്റെ പ്രൊഫഷണൽ കോർപ്പറേറ്റ് ലൈഫിലേക്ക് പോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം. ചിലപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സിനിമയായിരിക്കാം ചിലപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം അങ്ങനെ ഒരു അങ്ങനെ പോസിറ്റീവായിട്ട് ഞാൻ കാര്യങ്ങളെ നോക്കി കാണുന്നു, നെഗറ്റീവായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. പല ആളുകളും പല ഇൻപുട്സും തരുന്നു. പക്ഷേ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇഷ്ടപ്പെടുന്ന കാര്യം, ഇപ്പോൾ ജോലി ഒരു ഉത്തരവാദിത്തമാണ്, സിനിമ ഒരു സ്വപ്നമാണ്. അപ്പോൾ ഒരു പരിധി വരെ ഉത്തരവാദിത്തങ്ങളിൽ പോയി ഇനി കുറച്ചൊന്ന് സ്വപ്നത്തിൻ്റെ പുറകെ ഒന്ന് നടന്നു നോക്കാം എന്നൊരു ആഗ്രഹമുണ്ട്. ഈ HR ആവുമ്പോഴേ നിങ്ങൾ കമ്പനിയുടെയും അതായത് ആ എംപ്ലോയറുടെയും എംപ്ലോയിയുടെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണല്ലോ. എപ്പോഴും ആ ബ്രിഡ്ജ് അത്ര സ്മൂത്ത് അല്ലല്ലോ. എംപ്ലോയീസിന് ചിലപ്പോൾ അത് മനസ്സിലാക്കാനും പറ്റില്ല. ഇറങ്ങാൻ നേരത്തെ അവരോടൊക്കെ പറഞ്ഞു, എന്തെങ്കിലും തെറ്റ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് മാപ്പാക്കി അനുഗ്രഹിച്ചു വിടണമെന്ന്. ഒരു കയോട്ടിക് അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു HR എന്നും വളരാൻ സാധിക്കുള്ളൂ. മനസ്സിലാവുണ്ടോ? ഒരു സിമ്പിൾ ആൻഡ് വളരെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പോകുന്നു, പഞ്ചും ചെയ്യുന്നു, പഞ്ച് ഔട്ട് ചെയ്യുന്നു, പുറത്തിറങ്ങുന്നു. പക്ഷേ ഒരു കയോട്ടിക് അറ്റ്മോസ്ഫിയറിൽ ഇടപെടുമ്പോൾ, ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ എന്നും പ്രശ്നങ്ങളും ചലഞ്ചസും വേണം. എന്നാൽ മാത്രമേ നമ്മളും വളരുള്ളൂ, എംപ്ലോയീസും നമ്മളോട് ഉള്ള ഒരു താല്പര്യവും അതുപോലെ തന്നെ നമ്മളെ HR ആയിട്ട് കാണാനും അവർ ശ്രമിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഞാൻ വരാം. ഇന്നും ഞാൻ ഒരു ബ്രേക്ക് എടുത്ത് പുറത്തിറങ്ങിയതിന് ശേഷവും ഞാൻ വർക്ക് ചെയ്ത പല സ്ഥാപനങ്ങളിലെ ആളുകൾ എന്നെ വിളിക്കാറുണ്ട്, സിനിമയുടെ കാര്യങ്ങൾ എന്നെ വിളിച്ച് വിഷയാറുണ്ട്. ഇപ്പോഴും പല സംശയങ്ങളും HR-മായി ബന്ധപ്പെട്ട സംശയങ്ങളും ചോദിച്ച് എന്നെ വിളിക്കാറുണ്ട്. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ്. അപ്പം അങ്ങനെ ഞാൻ അതിനെ നോക്കി കാണുന്നത്. Man, you were very diplomatic.
അപ്പോൾ അല്ലാണ്ട് ഒരു HR അങ്ങനെ പറ്റില്ല എന്ന്. ഭദ്ര, ദിസ് ഇസ് യുവർ ഫസ്റ്റ് മൂവി നോ? ആദ്യത്തെ സിനിമയിൽ തന്നെ ലീഡായിട്ടൊക്കെ കിട്ടാന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് അല്ലേ? ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ ടു യു? വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ ഒരു സിനിമയിലേക്ക് വരുന്നത്. കുമ്മട്ടി എന്നൊരു ആൽബം സോങ്ങിലൂടെ ചെയ്യുന്ന സമയത്ത് അതിലൊരു പുലിക്കളിക്കാരനായിട്ട് വന്ന ജിജു ചേട്ടനാണ് എന്നെ ഈ ഒരു സിനിമയിലേക്ക് ഡയറക്ടർ സുധീർ സാറിനും അതുപോലെ ജീവ സാറിനും സജസ്റ്റ് ചെയ്യുന്നത്, കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എന്നെ സംബന്ധിച്ച് ഒരു നാട്ടുമ്പുറം അങ്ങനെ ഒരു പശ്ചാത്തലമുള്ളൊരു സിനിമ എന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമാണ്. ഒരു അമ്പലവും നാട്ടുമ്പുറവും അതുപോലെ എന്താ പറയുക പച്ചപ്പും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമാണ്. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്, ഒരു അമ്പലവാസി പെൺകുട്ടിയായിട്ടാണ്, ബാനു എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇനിയും എന്ന സിനിമയിലേക്ക് ഞാൻ വരുന്നത്. അതായത് ഓരോ സിനിമയും പുതിയ ജന്മങ്ങൾ നൽകുകയാണ്. എല്ലാം പുതിയ ജന്മങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ 2 പേര് ഇവിടെ ജനിക്കുകയാണ്, ഭദ്രൻ. സാറിൻ്റെ ഇത് എത്രാമത്തെ ജന്മം? എൻ്റെ ഒരു 150 സിനിമ ഞാൻ ഓൾറെഡി ജനിച്ചും ജനിച്ചു വളർന്നു, ഇനി വളരാനും ഇല്ല. ഇതൊക്കെ ജനിച്ചതേ ഉള്ളൂ, ഇനി വളരാൻ ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം എന്താണ് പറയുന്നത്, തൊട്ടി കിടക്കുന്ന കുഞ്ഞിങ്ങനെ പോലെയാ. ഇത് വളരെ ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടും, ഹീറോ ആവും, ഒരുപാട് സിനിമകൾ കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥന. ഇവരെ പിന്നെ നമ്മൾ വയസ്സൊക്കെ ഇരിക്കുമ്പോഴത്തേനും നമ്മളെ ഒന്ന് കാണാനൊക്കെ ഇടയ്ക്ക് വരുവാണെങ്കിൽ നല്ല കാര്യം അല്ലേ? നമ്മള് മറ്റേ വീട്ടിലെ കാരണവന്മാരൊക്കെ പറയില്ല, ഇനി എന്തൊക്കെ കാണാൻ കിടക്കണോന്ന്. അതുപോലെയാ ലിഷയ് സർ. നമ്മള് ഓഫ്കോഴ്സ് സാറിനെ ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന സാജൻ ജോസഫ് ആലുക്കയുടെ അച്ഛനായിട്ടാണ് ആ ക്യാരക്ടർ. എനിക്ക് പക്ഷെ അതിലും കൂടുതൽ വരിക യോധയിലെ പ്രൊഫസറുടെ ക്യാരക്ടറാണ്. അത് എപ്പോൾ കണ്ടാലും അതാണ് ഓർമ്മ വരിക, കാരണം പുള്ളിയാണല്ലോ ഈ കഥയൊക്കെ നമുക്ക് പറഞ്ഞിരുന്നത്. യോധ എന്ന് പറയുമ്പോൾ സാറിന്റെ ഓർമ്മയിൽ വരുന്ന സംഭവം എന്താ? അത് ഞാൻ അവിടേക്ക് പോകുന്നത്, ഞാൻ അപ്പം കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് അന്നത്തെ കാലത്ത്. എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് ഇവിടെ നേപ്പാളിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറപ്പെട്ടു. എന്തായാലും നേപ്പാളല്ലേ കണ്ടിട്ട് വരാന്ന് അല്ലേ സാർ? അപ്പൊ ജോലിയൊക്കെ നിർത്തിയിരിക്കരുത്, അതായത് സാർ അല്ല, ഞാനപ്പോൾ ബിസിനസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അബ്കാരി ബിസിനസ് ആയിരുന്നു. ഓ, യു ആർ എ കടയാടി ബേബി. അപ്പൊ അതിനിടയ്ക്ക് നാടക ട്രൂപ്പും ഉണ്ടായിരുന്നു. അപ്പൊ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നാടകത്തിൽ അഭിനയിച്ച് കഴിഞ്ഞൊരു സമയമായിരുന്നു, സീസൺ കഴിഞ്ഞൊരു സമയമായിരുന്നു. അപ്പോൾ ഇതിൽ പോകാമെന്ന് വെച്ചു. എന്നെ വിളിച്ചിട്ട് അപ്പോൾ ഞാൻ പോയി. അവിടെ ചെന്ന ഭയങ്കര തണുപ്പല്ലേ അവിടെ. കാഠ്മണ്ഡുവിലായിരുന്നു ഷൂട്ടിങ് തന്നെ. 1 മാസം അവിടെ കിടന്നു യോധയ്ക്ക് വേണ്ടിയിട്ട്. ഒരു മാസം ഉണ്ടായിരുന്നു. 1 മാസം ജഗതി അമ്പിളിച്ചേട്ടനൊക്കെ നമ്മളെ തൊട്ട് റൂമിൽ തന്നെ ആയിരുന്നു. ആളുടെയും ഒരു നല്ല പെർഫോമൻസ് അല്ലേ. അതിൽ കൂടി തന്നെ ആള് കുറെ കൂടി നമ്മളെ അല്ലേ പുള്ളിയുടെ ലൈഫിൽ എഴുതി വെച്ചേക്കുന്ന ക്യാരക്ടറാണത്. ഓ, രക്ഷയില്ലാത്ത സാധനമാണ്. ലിയോണ അണലിയോ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ഓക്കെ അല്ലേ? ജോളിയുടെ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് അത് മിണ്ടി പോരെന്നാ പറഞ്ഞിരിക്കുന്നത്. ആണല്ലേ? അത് ലാസ്റ്റ് ഇന്റർവ്യൂ കണ്ടപ്പോ ഞാൻ ചോദിച്ചിട്ടോ, ആണലി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നടക്കണ്ട് പേടിപ്പിക്കല്ലേ. അത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുക, അതായത് മൂവീസ് വരുമ്പോ അതിനെ കുറിച്ച് സജഷൻസ് ചോദിക്കുക. പറഞ്ഞോ ഇങ്ങനെ ഒരു വെബ് സീരീസ് വന്നിട്ടുണ്ട്, ജോളിയുടെ കഥയാണ് പറയണത്, എന്താണ് അപ്പയുടെ അഭിപ്രായം? ചോദിച്ചില്ല? ചോദിച്ചു, ഒന്നും പറഞ്ഞൊന്നുമില്ല. എനിക്ക് അത്ര ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞു? അല്ല, നന്നായിട്ട് അഭിനയിക്കാനുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞപ്പോ അതെ, അവള് നന്നായി ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോ നല്ലൊരു സന്തോഷം തോന്നി. ഈ ഭദ്രൻ സാർ എവിടെയോ പറഞ്ഞു കേട്ടതാണ് സാർ, ഈ സ്ഫടികം ചെയ്യുന്ന സമയത്ത് ഈ തോമയുടെ മുണ്ട് പറിച്ചടി ആക്ച്വലി പ്രൊഡ്യൂസർ വേണ്ടാന്ന് പറഞ്ഞ സാധനമാണെന്ന്. ആണോ അത്? പ്രൊഡ്യൂസർക്ക് ഇഷ്ടമില്ലായിരുന്നു. അതെന്താ അങ്ങനെ കാരണം? അല്ല, പുള്ളി ഒരു ഭയങ്കര ഓർത്തഡോക്സ് മനുഷ്യനാണ്. ഗുഡ് നൈറ്റ് മോഹൻ എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര ഓർത്തഡോക്സ്. സിനിമയിൽ ഇതിന്ന് കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കാനുള്ള അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആ കഥാപാത്രത്തിൻ്റെ ലൈഫിന് ആവശ്യമായിരുന്നു 2 പേർക്കും, മോഹൻലാലിനും എനിക്കും, ആട് തോമായിക്കും ഈ പുലിക്കോടനും. അതുകൊണ്ടാണ് അത് കാണിച്ചത്. അത് ഒരു വെറൈറ്റി ആയിരുന്നു, അതും കാണിക്കാൻ ഇതുവരെ കാണാത്തൊരു സാധനമാണ്. കുറ്റിക്കാടെന്നല്ലേ പേര്? ആദ്യം പുലിക്കോടനായിരുന്നു, രണ്ടാമതാ കുറ്റിക്കാടനാകെ. ആദ്യം പുലിക്കാട് എന്ന് വെച്ചാൽ പുലിക്കോടിൻ്റെ പേരായ ഒരു ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു, ഇൻസ്പെക്ടർ DVSP അങ്ങനെ ശരിക്കും അങ്ങനെ കേസ് കൊടുത്തു. ഈ എൻ്റെ കഥാപാത്രം ഇമിറ്റേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഇമിറ്റേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആരെയും നേരത്തെ കാണണം. ഞാൻ ആളെ കണ്ടിട്ടില്ല. അങ്ങേരുടെ പേര് പുലിക്കോടൻ നാരായണൻ എന്നാണ്. അപ്പം ഈ പുലിക്കോടൻ എന്നുള്ള പേര് എനിക്ക് വന്നപ്പം അയാൾ വിചാരിച്ച് അയാളുടെ പേരായിരിക്കും.
കുഴപ്പമെന്ന് വെച്ചാൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഈ പുലിക്കോടിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആൾക്കാർ പോകുമ്പോൾ എടാ പുലിക്കോടാ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ അടുത്തുള്ള മോഹൻലാലിൻ്റെ ഡയലോഗ് പറഞ്ഞു പോകുമ്പോൾ കേസ് കൊടുത്തു. ഇയാൾക്ക് സംശയമായി. പിറ്റേ ആളെ ചോദിച്ചു എന്താ സംഭവം, ആൾക്കാർ എൻ്റെ പേരൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, അത് പോലീസ് ഇൻസ്പെക്ടറാണ്. അപ്പോൾ അയാൾ പോയി സിനിമ കണ്ടു. സിനിമ കണ്ടു കഴിഞ്ഞാൽ കേസ് കൊടുത്തു, എന്നെ ഇമിറ്റേറ്റ് ചെയ്തു. അതായിരുന്നു പ്രശ്നം. ഞാൻ കേസ് കൊടുത്ത സിനിമ അല്ലല്ല, പ്രൊഡ്യൂസർ പേരില്ല, ഡയറക്ടർ പ്രൊഡ്യൂസർ. എൻ്റെ പേര് കൊടുത്തിട്ടില്ല ഭാഗ്യം. അതുകൊണ്ട് ഞാൻ ഇയാളെ കാണാൻ ഒരു പ്രാവശ്യം കോഴിക്കോട് മഹാറാണി ചെന്നപ്പോൾ ഇയാളുണ്ടെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു കാണണമെന്ന് ചോദിച്ചു. ആരും ചോദിച്ചു സിനിമക്കാരുണ്ട്. ഞാൻ പറഞ്ഞു കാണണമെന്ന് പറഞ്ഞു. കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇയാളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പറയത്തില്ലേ. സിനിമയൊക്കെ കഴിഞ്ഞു, എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞു. കണ്ടില്ല. കാരണം കാണാത്ത ഒരാളെ എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും? ഇതൊരു ഭാവനയാണ്, ഈ കഥാപാത്രം ശരിക്കൊരു ഭാവനയാണ്, അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്കറിയാലോ ഇത് സിനിമയാണ്, സിനിമയിൽ അടികൊള്ളുന്നൊക്കെ ഓക്കെയാണ്, ഇത് ശരിക്ക് ചെയ്യുന്നതല്ലാതെ. അന്ന് അങ്ങനെയല്ലല്ലോ. അന്ന് സാറിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാണ്. നിങ്ങൾ റിയൽ ലൈഫിൽ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഈ ലാലേട്ടനെയൊക്കെ പിടിച്ച് അടിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്തിട്ട് ആരെങ്കിലും പുറത്തു പോകുമ്പോൾ സാറിനെതിരെ പ്രവർത്തിക്കാൻ അടികൊള്ളുക, ചീത്ത പറയുക, അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഇപ്പോഴത്തെ പബ്ലിക്കിൻ്റെ ഒരു അവയർനെസ് ഉണ്ടല്ലോ സിനിമയെ പറ്റി. പൊതുവേ വില്ലന്മാരുടെ പണ്ട് ആൾക്ക് ഇഷ്ടമില്ല, പക്ഷേ പഴയ കാലത്തെ വില്ലന്മാരുണ്ട്, ഗോവിന്ദൻകുട്ടി, ജോസ് പ്രകാശ്, അവരുടെ ആൾക്കാർക്ക് ഒരു ധീരസമുണ്ട്. ഇപ്പോഴത്തെ വില്ലന്മാർക്ക് ആൾക്കാർക്ക് ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ആക്ച്വലി ഈ ആൾക്കാരുടെ ഒരു അപ്രീഷിയേഷൻ എനിക്ക് കിട്ടിത്തുടങ്ങിയത് ഹലോ മൂല. ഹലോ ഇപ്പോൾ ആൾക്കാർ ഇയാളെ ഉദ്ദേശിക്കുന്ന ആളല്ല, അത്ര ക്രൂവലല്ല, സിമ്പിളാണ്, കോമഡിയാണ്. അങ്ങനെ ഒരു ധാരണ ഉണ്ടായപ്പോൾ ആൾക്കാരൊക്കെ വർത്തമാനം പറഞ്ഞൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വർത്തമാനം പറഞ്ഞു പേടിയില്ല അവർക്ക്. പക്ഷെ അതിനുമ്പ് പേടിയായിരുന്നു ആൾക്കാർ. പക്ഷെ പിള്ളേരൊന്നും സ്കൂളിലേക്ക് ചെല്ലണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഈ വില്ലൻ ഇമേജ് കാരനാണോ? 10ാം ക്ലാസ് വരെ കുട്ടികളുടെ സ്കൂളിൽ കയറ്റിയിട്ടില്ല, 5 കുട്ടികൾ സ്കൂളിൽ കയറ്റിയിട്ടില്ല. ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കണോ? അല്ല അങ്ങനെയായിരുന്നില്ലേ? അത് ഈ വില്ലൻ റോൾ ആയതുകൊണ്ടാണോ? അതെ, വില്ലൻ റോൾ ആയതുകൊണ്ടാണ്. പിന്നെ വേറെ ഉണ്ട് ഈ അല്ല കുട്ടികൾക്ക് പ്രശ്നം. കുട്ടികളെ സിനിമയുടെ പേര് പറഞ്ഞാൽ പിള്ളേർ കളിയാക്കുമല്ലോ. പഠിക്കും കുഴപ്പമില്ല, നല്ല പേരാ. വേറെ വല്ല പേരുവാണെങ്കിൽ നമ്മൾ കുത്തുവാള എടുത്തു പോകാൻ. അപ്പോൾ ചാത്തിക്കുട്ടപ്പുറൊക്കെ പ്രശ്നമായി പോയനെ. സ്ഫടികം എന്നുള്ള പേര് നല്ല പേരാ, നല്ല പേരാ, സ്വീറ്റ് നെയിം, കുഴപ്പമില്ല. സ്ഫടികം എന്നുള്ള പേര് മോഹൻലാലിന് അതെ മകന് അപ്പം കൊടുത്ത പേരാ. ആദ്യം ചെകുത്താനെ വിളിച്ചു, പിന്നെ അപ്പം മനസ്സിലായി മകൻ ചെകുത്താനല്ല സ്ഫടിക എന്ന് മനസ്സിലായപ്പോഴത്തേനും ലോറി പേര് മാറ്റി എഴുതി. അപ്പോൾ അത് ആ അപ്പൻ മകനെ തിരിച്ചറിയുന്നു. ആ സിനിമയുടെ ഇതിവൃത്തം അതാണ്. അപ്പനും മകനൊരു റിലേഷൻഷിപ്പ്. ആദ്യമേ ഇവർ ഭയങ്കര എന്താണ് വഴക്കാണ്, അങ്ങോട്ട് മാച്ച് ചെയ്തില്ല. അവസാനം മനസ്സിലായി, അപ്പന് മനസ്സിലായി എൻ്റെ മകൻ സ്ഫടികമാണ്. നമ്മളിത് ഈ എല്ലാ ജനറേഷനിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾ രണ്ടാളും വർക്ക് ചെയ്തിട്ടുണ്ടോ? പല ജനറേഷനിൽ. ഇതിപ്പോൾ പുതിയ ന്യൂ ജനറേഷനിൽ പുതിയ ഹീറോയും ഹീറോയിനുമാണ്. നിങ്ങൾ രണ്ടാൾ ആ സീനിയേഴ്സ് ഇവരിൽ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നല്ല കാര്യങ്ങൾ. അതിന് നല്ല ഭാവി ഉണ്ടാവും ഉറപ്പായിട്ടും. പുള്ളി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ജോലി വരെയും റിസൈൻ ചെയ്തിട്ട് പുള്ളി ബോഡിയൊക്കെ ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തി തിരുമ്മി കളരിയിലൊക്കെ പോയി റെഡിയായിക്കൊണ്ടിരിക്കും. ഒരു പക്ഷേ എനിക്ക് വളരെ ഇഷ്ടം മാർഷൽ ആർട്സ് പഠിക്കുന്നത് നല്ലതാണ്. നമുക്ക് ബോഡിക്ക് ഒരു പഠിച്ചിട്ടുണ്ട്. ഞാൻ സ്പടിയത്തിന് മുമ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്തായിരുന്നു. അതായത് കളരി പഠിച്ചിട്ടാണ് സ്പടിയത്തിന്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അതിലുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല ഭാവി ഉണ്ടാവും. മാർഷൽ ആർട്സ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ വീണാലും 4 കാലം വീഴാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് നല്ല ഭാവിയുണ്ട്. പിന്നെ നല്ല കഥാപാത്രം നോക്കി തിരഞ്ഞെടുക്കുക, നല്ല ആൾക്കാരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുക. തീർച്ചയായും നല്ല ഭാവി ഉണ്ടാകട്ടെ. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ എൻ്റെ പെരിങ്ങോട് മണികണ്ഠനാണ് എൻ്റെ ആശ. അപ്പം അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഇടയ്ക്കലാണ്. ഇതിനു വേണ്ടി പഠിച്ചത് അല്ലല്ല, അത് എനിക്ക് ചില ഇഷ്ടങ്ങളുണ്ടല്ലോ. നമ്മൾ ആ ഇഷ്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സിനിമ വന്നത്. പിന്നെ വർക്കൗട്ട്സ് ഒക്കെ നമ്മൾ എനിക്ക് 2018 ഓൺവേർഡ്സ് ഞാൻ കൺസിസ്റ്റൻ്റ് ആണ്. പിന്നെ സാറിനൊക്കെ ആയിട്ടൊന്ന് ഫൈറ്റ് ഒക്കെ ഉണ്ടായ സമയത്താണ് ഇവരുടെയൊക്കെ അഡ്വൈസ് ഏതെങ്കിലും മാർഷൽ ആർട്സും കൂടി ചെയ്യണം. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അച്ഛനായിട്ടൊരു ഫൈറ്റ് ഉണ്ട്. അത്ര ഹെവി ഫൈറ്റ് ഒന്നും ഇല്ല, ചെറിയ ഫൈറ്റ്, കയ്യാങ്കളില്ല. സാധാരണ അച്ഛനായിട്ട് അങ്ങനെയല്ലല്ലോ, ഭയങ്കര സ്വീറ്റ് അച്ഛനാണല്ലോ. അച്ഛൻ കുറച്ച് ടഫായിരുന്നു. ഇതിൽ സ്വീറ്റാണ്, കുറച്ച് ടഫായിരുന്നു പക്ഷെ ചില സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർഷൽ ആർട്സ് തുടങ്ങി. ഇപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ പോകുന്നു. അപ്പോൾ അത് നാളെ സിനിമ മുന്നിൽ കണ്ടാണോ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അത് നമ്മുടെ ഫിസിക്കിനും നല്ലതാണ്, നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. കുറേ കാർഡിയോ വർക്കൗട്ട്സ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു.
സിനിമ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഓഡിയൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പൊ എന്ത് പഠിച്ചാലും നമ്മൾ എന്ത് ചെയ്താലും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്, പ്രേക്ഷകരാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് അവരുടെ ഒരു ഇതാണ്. പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് സാറ് പറഞ്ഞ പോലെ പരമാവധി ഹാർഡ് വർക്ക് നോക്കുക. എന്താണെന്ന് വെച്ചാൽ പണ്ട് ആൾക്കാർ പറയും പഠിച്ചതേ പാടൂ, അത് പഠിച്ചിരുന്നാൽ പാടിപ്പാടാം. അതെ അതെ അതെ, കറക്റ്റ് ആണ്. പഠിച്ചിരിക്കാനുള്ള ആവശ്യമാണ്. നമ്മൾ എല്ലാ മേഖലയിലും നമ്മൾ മാക്സിമം പരമാവധി നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് സെറ്റാക്കി നിൽക്കാം. ബാക്കി ഓപ്പർച്യൂണിറ്റീസ് വരുന്നൊക്കെ ദൈവാനുഗ്രഹമാണ് എന്ന് കാണുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സിനിമ ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്പെഷ്യലി ആൾക്കാർ പറയുമല്ലോ സിനിമയിലേക്ക് കയറാൻ എളുപ്പമാണ്, പക്ഷെ സർവൈവ് ചെയ്ത് പോവുക എന്നുള്ളത് ഭയങ്കര പാടാണെന്ന് പറയും. ഇപ്പൊ നിങ്ങൾ രണ്ടാളും വർഷങ്ങളോളം മലയാളം സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. നിങ്ങളോട് ചോദിച്ചാൽ ഈ സിനിമയിൽ സർവൈവ് ചെയ്ത് പോവാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എന്താ പറയാ? എനിക്കൊന്നും പറയാനില്ല സാറ്. ഞാൻ വ്യക്തമായിട്ട് മറുപടി പറയാം. സിനിമയിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ഒന്ന് റെമ്യൂണറേഷൻ ചോദിക്കരുത്, കിട്ടുന്ന മേടിക്കുക, പോവുക, താങ്ക് യു പറയുക, പോവുക. ആരോടും വഴക്കുണ്ടാക്കാൻ പോകരുത്. കംപ്ലൈൻറ്റുകൾ മാക്സിമം കുറയ്ക്കുക. എനിക്ക് ഫുഡ് കിട്ടിയില്ല, അല്ലെ എനിക്ക് കൺവീനിയൻസ് കിട്ടിയില്ല, ഇങ്ങനെ പരാതികളുടെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പ്രൊഡ്യൂസറെ ഡിസ്റ്റർബ് ചെയ്യരുത്. മാക്സിമം പ്രൊഡ്യൂസറെ കംഫർട്ടബിൾ ആക്കുക. ഇടയ്ക്കിടയ്ക്ക് കാശ് വെച്ച് ഡിസ്റ്റർബ് ചെയ്ത് കാശ് കിട്ടും തരും. അത് ഒരു പക്ഷേ പടം കഴിഞ്ഞ ഇൻ്റർവെൽ ചിലപ്പോൾ കുറച്ച് പൈസ കിട്ടുന്നില്ല. പക്ഷേ നമ്മുടെ ബിഹേവിയർ നല്ലതായിരിക്കണം എല്ലാവരോടും. നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരും നമ്മുടെ ഈ സിനിമയെ എടുത്ത പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും മറ്റുള്ള ആൾക്കാരോടൊക്കെ നല്ല പെരുമാറ്റം കൊടുക്കുക, അവരെ കംഫർട്ടബിൾ ആക്കുക. കാരണം നമ്മുടെ ജോലി ചെയ്യണം, നമ്മുടെ കഥാപാത്രത്തെ നമ്മളെപ്പോഴും ശക്തമായിക്കൊണ്ടിരിക്കണം. ഒപ്പം തന്നെ അവരെയും കംഫർട്ടബിൾ ആക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. സാറിന് എല്ലാ സിനിമയിലും കാശൊക്കെ കിട്ടിയിട്ടുണ്ടോ? കാശ് എനിക്ക് കിട്ടാത്ത ഒരുപാട് പടങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല, പേര് പറയുന്നില്ല. കിട്ടാത്ത പടങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ നമ്മൾ എഴുത്തള്ളിയതാ. ഇനി അവരെ ചോദിച്ചിട്ടില്ല. അല്ല ഇനി അവരെ കണ്ടാൽ നമ്മൾ ഒരു ദുർമുഖവും കാണിക്കത്തില്ല. വളരെ പ്ലസൻ്റായിട്ട് അവരോട് ഇടപെടും, വൈരാഗ്യമില്ല ഉള്ളിൽ, അങ്ങനെ ചിന്തി. കാരണം ഇതെല്ലാം ഈ പ്രൊഫഷൻ്റെ ഒരു ഭാഗമാണ്. ചിലപ്പോൾ കുറച്ച് കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കും. കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അവരോട് നമുക്ക് ഒരു ഉദ്ദേശമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒരു ഭയങ്കര റിസ്കി ഗെയിമാണ്. പ്രൊഡ്യൂസർ ഒരു പടം നമ്മളങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ? എന്താ പിന്നെ വിഭജനം പലവിധം, ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ്. വളരെ കുറച്ചുള്ളൂ അങ്ങനത്തെ. പിന്നെ നമ്മൾ ഒരു പടം കമ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഏകദേശം ആൾക്കാരെ കാണുമ്പോൾ അറിയാമല്ലോ, നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ. ആ ജഡ്ജ്മെന്റ് നമ്മൾ പോവുക, മനസ്സിലായില്ലേ? പുതുമുഖങ്ങളൊക്കെ അങ്ങനെ പറ്റിക്കാതെ കുറച്ചൊക്കെ കേട്ടോ. അത് സാർ സൈഡിൽ കൂടെ പറഞ്ഞു തന്നാണ്, നേരിട്ട് നോക്കി പറയുന്നത്. ഭദ്രൻ പറഞ്ഞതിൻ്റെ ഒരു ബാക്കിയായിട്ട് ഞാൻ പറയാം. അതായത് ഭദ്രൻ ഇപ്പോൾ കളരി പഠിക്കുന്നു, എന്തോ ഒരു നിയമം എല്ലാം പഠിക്കുന്നുണ്ട്, എല്ലാം നല്ലതാണ്. അത് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, അത് പുള്ളിയുടെ ഹൃദയത്തിൽ തോന്നുന്നതാണ്. ഇതാണ്, അതായത് ബൈബിളിലൊരു വചനമുണ്ട്, ഇത് പറയുന്നുണ്ട്, അതായത് ഗോപുരത്തിൽ ഇരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരെക്കാൾ ഉത്തമം അവനവൻ്റെ ഹൃദയമാണെന്ന്. നമ്മുടെ ഹൃദയം ശരിയാണെന്ന് പറഞ്ഞാൽ ശരിയെന്ന് പറയാം, ശരിയാണ്. നമ്മുടെ ഹൃദയം തെറ്റാന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ പുള്ളിയുടെ മനസ്സിൽ ശരി എന്ന് പറഞ്ഞു. അപ്പം കളരി പഠിക്കുന്നു, അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നു, അത് ശരിയാണ്. കാരണം പുള്ളി മനസ്സ് പറയുന്ന ശരി, മറ്റേ അന്യര് പറയുന്നില്ല. ഒരു 5-6 പേര് വന്ന് പറയാം, കളരിയൊന്നും പഠിക്കണ്ട കേട്ടോ, നീ വേറെ എന്തെങ്കിലും പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതല്ലേ പുള്ളിയുടെ മനസ്സെന്ന് പറയുന്നത്, അത് ചെയ്യാന്നുള്ള. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പടം കമ്മിറ്റ് ചെയ്യും, നമ്മുടെ മനസ്സിൽ ഇതാണ് മനസ്സാക്ഷി എന്ന് പറയും, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ഇതിലിപ്പോൾ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾ രണ്ടാളും ഈ ഇത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ അഭിനയിക്കുകയാണ്. കണ്ടിട്ട് ഈ ഇനിയുമിൻ്റെ ഒരു ടേക്ക് അവേ ചോദിച്ചാൽ എന്താ പറയുക? ഇവരെന്നൊക്കെ കണ്ട് പഠിച്ചൊരു സാധനം. തീർച്ചയായും, കാരണം കണ്ടു പഠിക്കുക എന്നുള്ളത് മാത്രമല്ല ഇവരെ. കാരണം ഞാനൊന്നൊരു പ്രിപ്പറേഷൻ ഇല്ലാതെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, കാരണം പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ ഒരു സിനിമ വന്നത്. ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. രാത്രി ഓഫീസിലെ ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്യുന്നു, നെക്സ്റ്റ് ഡേ പോയി ലൊക്കേഷനിൽ പോയി ജോയിൻ ചെയ്യും, ഇതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും ഒരിക്കലും നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടായിട്ടില്ല. അതിനകത്ത് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഒരു സെറ്റ് അങ്ങനെയാണ്. നമ്മുടെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ പങ്ക്ച്വലാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ നമ്മുടെ സെറ്റിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ, അത് അദ്ദേഹത്തിന് വളരെ നിർബന്ധമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, കുറേ വാർത്തകളും ഇതൊക്കെ. ആ സമയത്ത് മാത്രമല്ല, അതിനുശേഷം നമ്മുടെ ഡയറക്ടർ അദ്ദേഹം നമുക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ വളരെ പ്രോപ്പറായിട്ട്, വെറുതെ ഒരു ഫോർ ദ നെയിം സേക്ക് പറയുന്നല്ല കേട്ടോ, കാരണം അത് നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം തന്നെയാണ്. സീനിയറായിട്ടുള്ള ഇപ്പോൾ അച്ഛൻ കഥാപാത്രം അഭിനയിച്ച ബിശോയേട്ടനോടൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് ഞങ്ങൾക്ക് ജോലി. പക്ഷെ ആദ്യമൊക്കെ കണ്ടപ്പോൾ, ജോലി സാറേ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയായിരുന്നു. നമ്മൾ അദ്ദേഹത്തോടൊക്കെ ഡയലോഗ്സൊക്കെ പറയുമ്പോൾ അത് ശരിയാവുമോ അല്ലെങ്കിൽ മോശമാവുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹമൊക്കെ നമ്മളോട് സ്ക്രീനിൽ കാണുന്ന ഒരാളെ അല്ല, നമ്മളെ വളരെ കണ്ടിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലായി തീരെ പേടി തോന്നൂല. ഇതിപ്പോ
എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് കാണുന്ന ഒരു സീൻ മോഹൻലാലായിട്ടുള്ള ഫൈറ്റ് ഒക്കെ ആണല്ലോ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കുട്ടിക്കാലം മുതൽ കണ്ടുവരുന്ന സാധനം. അതെ, അപ്പൊ ഇതിങ്ങനെ കിടക്കുക. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ. അത് പഠിച്ചു വെച്ചിട്ടുണ്ട്. ബെസ്റ്റ് ഇംപ്രഷനല്ലല്ലോ സർ, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ വേറെ നമ്മൾ കാണാതെ ഒരാളെ വിലയിരുത്തും, കണ്ടതിന് ശേഷം വിലയിരുത്തും, രണ്ട് വ്യത്യാസമുണ്ട്. ഇതിൽ ഞാൻ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നു. കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പഠനം മാറി, അറിവ് മാറി. ഞാൻ ആദ്യമായിട്ടാണ് ആർട്ടിസ്റ്റുകളൊക്കെ നേരിട്ട് കാണുന്നതൊക്കെ വളരെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ സാധാരണ ഒരു ഓഡിയൻസിന് ഒരു പ്രേക്ഷകനായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഞാൻ സ്വപ്നത്തിൽ കാണുന്ന അല്ലെങ്കിൽ ഞാൻ കാണുന്ന സിനിമ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഞാൻ കാണുന്ന പല ആർട്ടിസ്റ്റുകളും സിനിമ തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ നിന്ന് ആർട്ടിസ്റ്റുകളൊക്കെ നേരിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടാവുന്നു. ഇവരോട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെയായിരുന്നു എൻ്റെ ടെൻഷൻ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇവരൊന്നും സ്ക്രീനിൽ കാണുന്ന പോലെയല്ല, നമ്മളെത്രയും കെയർഫുള്ളായിട്ട് നമ്മളെ കൊണ്ട് നടന്ന് ആ സിനിമ ചെയ്യിച്ച ആളുകളാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ വളരെയധികം നന്ദിയാണ് എനിക്ക് ആദ്യം അവരോട് പറയാനുള്ളത്. അപ്പോൾ ഇവർ മാത്രമല്ല, ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ സിനിമയിലുണ്ട്. ഇനിയിപ്പോ ഈ അടുത്ത സിനിമകൾ വരുമ്പോ താങ്കളുടെ കൂടെ അഭിനയിക്കുന്നവർ ഇതൊക്കെ പറയണം, ഇതൊക്കെ ചെയ്ത് കാണിച്ചു. സിനിമ വരാതിരിക്കുന്നതൊക്കെ നമ്മൾ ദൈവാനുഗ്രഹം. പക്ഷേ നമ്മൾ മദർ തെരേസ ലവ് വൺ എന്നത് എന്നാണല്ലോ, നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ സിനിമയിലെ ഏത് മേഖലയാണെങ്കിൽ പോലും ഞാൻ അതിൽ നോക്കി കാണുന്നതാണ്. ഇവർ തരുന്ന ഒരു മെസ്സേജ് നാളെ എനിക്ക് മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് സിനിമയില്ലെങ്കിൽ ഏത് മേഖലയാണെങ്കിൽ പോലും അങ്ങനെയാണത്. ഇതൊരു ഗീവ് ആൻഡ് ടേക്കാ. അതെ തീർച്ചയായും. പക്ഷെ നമുക്ക് റെസ്പെക്ട് കിട്ടുമ്പോൾ നമ്മൾ തിരിച്ച് ആ റെസ്പെക്ട് തിരിച്ചും കൊടുക്കും. ഇനിയും തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു മൾട്ടി സ്റ്റാർ പടമാണ്, ഒരുപാട് ആക്ടേഴ്സ് ഉള്ള പടമാണ്. സിനിമ വമ്പൻ സക്സസ് ആവട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.